ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. 2025 PSC പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ, അതായത് ഒരു കണ്ടക്ടറിന്റെ പ്രത്യേക പ്രതിരോധം എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ. 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കണ്ടക്ടർ മെറ്റീരിയൽ ആണല്ലേ. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ കണ്ടക്ടർ മെറ്റീരിയൽ. അടുത്ത ക്വസ്റ്റ്യൻ. When 5 resistors each of 14 ohm are connected in parallel, the net resistance of the combination is dash ohms. അതായത് 14 ഓം വീതമുള്ള 5 റെസിസ്റ്ററുകൾ സമാന്തരമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ സംയോജനത്തിന്റെ ആകെ പ്രതിരോധം ഡാഷ് ഓംസ് ആണ്. എത്ര ഓംസ് ആണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി ഉത്തരം കണ്ടുപിടിച്ചോ? എത്രയാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, 2.8 ഓംസ്. When 5 resistors each of 14 ohm are connected in parallel, the net resistance of the combination is 2.8 ohms. അടുത്ത ക്വസ്റ്റ്യൻ. Given 3 equal resistance, how many combinations of these 3 resistance can be made? 3 തുല്യ പ്രതിരോധങ്ങൾ നൽകിയാൽ ഈ 3 പ്രതിരോധങ്ങളുടെയും എത്ര സംയോജനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Given 3 equal resistances, how many combinations of these 3 resistance can be made? എത്ര എണ്ണം ഉണ്ടാക്കാം? അറിയാവോ ആർക്കെങ്കിലും? എത്രയാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, 4 എണ്ണം ഉണ്ടാക്കാം അല്ലെ, 4 എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ. നോഡ് അനാലിസിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ്, അതായത് നോഡ് വിശകലനം ഒരു പ്രയോഗമാണ്. നോഡ് അനാലിസിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് എന്തിന്റെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, KCL. നോഡ് അനാലിസിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് KCL. അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് പവർ ഈസ് എ, ഇലക്ട്രിക് പവർ ഒരു ഡാഷ് ആണ്. 4 സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. 1 വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, 2 റേറ്റ് ഓഫ് എനർജി, 3 റേറ്റ് ഓഫ് വർക്ക് ഡൺ, 4 കപ്പാസിറ്റി ടു ബിൽഡ് വോൾട്ടേജ്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇലക്ട്രിക് പവർ ഈസ് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 1, 2 ആൻഡ് 3. അതായത് ഇലക്ട്രിക് പവർ ഈസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, റേറ്റ് ഓഫ് എനർജി, റേറ്റ് ഓഫ് വർക്ക് ഡൺ. അപ്പോൾ 1, 2 ആൻഡ് 3. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The RMS value of sinusoidal AC current is equal to its value at an angle of dash. അതായത് ഈ സിനുസോയിഡൽ AC കറണ്ടിന്റെ RMS മൂല്യം ഒരു കോണിലുള്ള അതിന്റെ മൂല്യത്തിന് തുല്യമാണ്. ഏതിന് തുല്യമാണ്? ഏത് കോണിൽ ഉള്ള മൂല്യത്തിന് തുല്യമാണ്? 4 ഓപ്ഷൻസ് താഴെ ഉണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. The RMS value of sinusoidal AC current is equal to its value at an angle of 45 degree. 45 degree ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Internal resistance of a voltage source and current source are increased. What happens to their power output? അതായത് ഒരു വോൾട്ടേജ് സ്രോതസ്സിന്റെയും കറണ്ട് സ്രോതസ്സിന്റെയും ആന്തരിക പ്രതിരോധങ്ങൾ വർദ്ധിക്കുമ്പോൾ അവയുടെ പവർ
ഔട്ട്പുട്ടിന് എന്തു സംഭവിക്കും? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ. എന്തു സംഭവിക്കും? ഡിക്രീസ് ഫോർ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഇൻക്രീസ് ഫോർ കറണ്ട് സോഴ്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഡിക്രീസ് ഫോർ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഇൻക്രീസ് ഫോർ കറണ്ട് സോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. പീക്ക് ഫാക്ടർ ഓഫ് എ സിനുസോയിഡൽ വേവ് ഈസ് ഡാഷ്. അതായത് ഈ ഒരു സിനുസോയിഡൽ തരംഗത്തിന്റെ പീക്ക് ഫാക്ടർ ഡാഷ് ആണ്. എത്രയാണ്? 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. 1.41. 1.41. അടുത്ത ക്വസ്റ്റ്യൻ. The value of equivalent load resistance are to be connected across a battery of internal resistance R to get maximum power transfer to the load is dash. അതായത് ലോഡിലേക്ക് പരമാവധി പവർ ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് ആന്തരിക പ്രതിരോധം R ഉള്ള ഒരു ബാറ്ററിയിൽ ബന്ധിപ്പിക്കേണ്ട തത്തുല്യ ലോഡ് റെസിസ്റ്റൻസ് ആറിന്റെ മൂല്യം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആറിന്റെ മൂല്യം എത്രയാണ്? എന്താണ്? ആർക്കെങ്കിലും അറിയാവോ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ ബാറ്ററി ദ ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസസ് വിത്ത് ഡാഷ്. അതായത് ഒരു ബാറ്ററിയിലെ ടെർമിനൽ വോൾട്ടേജ് കുറയുന്നത്. ഫോർ എ ബാറ്ററി ദ ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസസ് വിത്ത് ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഇൻക്രീസ് ഇൻ ലോഡ്. ഫോർ എ ബാറ്ററി ദ ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലോഡ്. അടുത്ത ക്വസ്റ്റ്യൻ. In a three-phase system, the voltage between two phases is dash. അതായത് ഈ 3 ഘട്ടങ്ങളുള്ള ഒരു സിസ്റ്റത്തില് 2 ഘട്ടങ്ങൾക്കിടയിലുള്ള വോൾട്ടേജ്. ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ലൈൻ വോൾട്ടേജ്. In a three-phase system, the voltage between two phases is line voltage. അടുത്ത ക്വസ്റ്റ്യൻ. In a three-phase system, voltage across phase to neutral is called. അതായത് ഈ 3 ഘട്ടങ്ങളുള്ള ഒരു വോൾട്ടേജ് സിസ്റ്റത്തിൽ ഘട്ടം മുതൽ ന്യൂട്രൽ വരെയുള്ള വോൾട്ടേജിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? In a three-phase system, voltage across phase to neutral is called dash. എന്താണ് വിളിക്കുന്നത്? ഫേസ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നു. In a three-phase system, voltage across phase to neutral is called phase voltage. അടുത്ത ക്വസ്റ്റ്യൻ. For same line current and line voltages, power taken by delta connected load is dash. അതായത് ഈ ഒരേ ലൈൻ കറണ്ടിനും ലൈൻ വോൾട്ടേജിനും ഡെൽറ്റ കണക്റ്റഡ് ലോഡ് എടുക്കുന്ന പവർ എത്രയാണ്? എന്താണ്? ഫോർ സെയിം ലൈൻ കറണ്ട് ആൻഡ് ലൈൻ വോൾട്ടേജസ് പവർ ടേക്കൺ ബൈ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ഈസ് ഡാഷ്. ഏതാണ്? ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഈക്വൽ ടു സ്റ്റാർ കണക്റ്റഡ് ലോഡ്. ഈക്വൽ ടു സ്റ്റാർ കണക്റ്റഡ് ലോഡ്. അടുത്ത ക്വസ്റ്റ്യൻ. In a three-phase AC circuit, the sum of all 3 generated voltage is. അതായത് ഈ 3 ഫേസ് AC സർക്യൂട്ടിൽ ജനറേറ്റ് ചെയ്ത 3 വോൾട്ടേജുകളുടെയും ആകെത്തുക. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബി സി ഡി. ഏതാണ് ശരി ഉത്തരം? In a three-phase AC circuit, the sum of all 3 generated voltage is. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. 0 ആണല്ലേ. എത്രയാണ്? 0. അടുത്ത ക്വസ്റ്റ്യൻ. If time period of an alternating voltage is increased,
what happens to its average value? അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന്റെ സമയ കാലയളവ് വർദ്ധിച്ചാൽ അതിന്റെ ശരാശരി മൂല്യത്തിന് എന്തു സംഭവിക്കും? നാല് ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, റിമൈൻസ് സെയിം ആണല്ലേ. ഇഫ് ടൈം പീരീഡ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈസ് ഇൻക്രീസ്ഡ്, what happens to its average value? Remains same. അടുത്ത ക്വസ്റ്റ്യൻ. In a parallel plate capacitor of capacitance value C, a plate is inserted at the middle of the capacitor. What happens to its capacitance? അതായത് കപ്പാസിറ്റർ മൂല്യം C ഉള്ള ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ മധ്യത്തിൽ ഒരു പ്ലേറ്റ് തിരുകുക എന്ന് വിചാരിക്കുക. അതിന്റെ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാല് ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എന്ത് സംഭവിക്കും? റിമൈൻസ് സെയിം ആണല്ലേ, റിമൈൻസ് സെയിം. അടുത്ത ക്വസ്റ്റ്യൻ. If RMS voltage of V volts gets transformed to another circuit to get 10 VRMS, then the impedance of the transformed circuit will be. അതായത് V വോൾട്ടുകളുടെ RMS വോൾട്ടേജ് മറ്റൊരു സർക്യൂട്ടിലേക്ക് പരിവർത്തനം ചെയ്ത 10 VRMS ലഭിക്കുകയാണെങ്കിൽ പരിവർത്തനം ചെയ്ത സർക്യൂട്ടിന്റെ ഇംപെഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? നാല് ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ഹയർ ദാൻ ഇനീഷ്യൽ സർക്യൂട്ട് ആണല്ലേ, ഹയർ ദാൻ ഇനീഷ്യൽ സർക്യൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ഓഫ് കോർ ആൻഡ് ലെങ്ത് ഓഫ് മാഗ്നെറ്റിക് പാത്ത് ആർ doubled, what happens to the inductance of a coil? അതായത് ഒരു തിരിവുകളുടെ എണ്ണം, കാമ്പിന്റെ വിസ്തീർണം, കാന്തിക പാതയുടെ നീളം എന്നിവ ഇരട്ടിയാക്കിയാൽ ഒരു കോയിലിന്റെ ഇൻഡക്റ്റൻസിന് എന്തു സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? നാല് ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 4 times. If number of turns, area of core and length of magnetic path are doubled, what happens to the inductance of a coil? 4 times. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. An instantaneous change in voltage is not possible in dash. അതായത് വോൾട്ടേജിൽ തൽക്ഷണ മാറ്റം സാധ്യമല്ല. എന്ത് സാധ്യമല്ല? നാല് ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഡാഷില് വോൾട്ടേജില് തൽക്ഷണ മാറ്റം സാധ്യമല്ല. ഏതിലാണ് വോൾട്ടേജിന്റെ തൽക്ഷണ മാറ്റം സാധ്യമല്ലാത്തത്? കപ്പാസിറ്ററിലാണ് അല്ലേ. കപ്പാസിറ്ററില് വോൾട്ടേജിന്റെ തൽക്ഷണ മാറ്റം സാധ്യമല്ല. An instantaneous change in voltage is not possible in a capacitor. അടുത്ത ക്വസ്റ്റ്യൻ. Between 1 mA to 20 mA electric shock will be dash. അതായത് 1 mA മുതൽ 20 mA വരെയുള്ള വൈദ്യുതാഘാതം ഡാഷ് ആയിരിക്കും. എന്തായിരിക്കും? സ്റ്റോപ്പ് ബ്രീത്തിങ് ആയിരിക്കും അല്ലെ. സ്റ്റോപ്പ് ബ്രീത്തിങ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.